ഹലോ എവ്രി വൺ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാനിവിടെ ബാൽക്കണി ഗാർഡൻ സെറ്റപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ജിബി എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന പോട്ട്സുകളെല്ലാം നമ്മൾ കൊച്ചിയിലത്തെ വീടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കൊച്ചിയിൽ വെച്ച് ബാംഗ്ലൂരിലേക്കുള്ള ഫ്രീക്വൻറ്റ് ട്രാവൽ ആയതുകൊണ്ട് നമ്മുടെ ചെടികളൊക്കെ ഓൾമോസ്റ്റ് നശിച്ചു പോയായിരുന്നു. നമ്മളിവിടെ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി നമുക്ക് എന്തായാലും ചെടികൾ വെക്കാന്നുള്ള പ്ലാനായി. നമുക്ക് ഇതുപോലത്തെ ഒരു 3 ഹാങ്ങിങ് പോട്ട്സ് ഉണ്ടായിരുന്നേ. അതിനകത്തേക്ക് ഞാൻ പോത്തോസാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. അതാവുമ്പോൾ അതിന് അധികം മെയിൻ്റെനൻസ് ഇല്ല. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പോത്തോസിൻ്റെ ഗ്രീൻ പോത്തോസാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കയ്യിലൊരു 3-4 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പോത്തോസിൻ്റെ. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം ഗ്രീൻ പോത്തോസാണ്. നമ്മുടെ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ പോത്തോസുകളൊന്നും ഞാൻ വെട്ടി നിർത്താറില്ല. അതെല്ലാം വളർന്ന് ഇങ്ങനെ വീണ് കിടക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. എന്തായാലും ഇവിടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാവുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ 2 ഹാങ്ങിങ് പോട്ടിന് പണി ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ചെടികൾ വെക്കുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പ്രോസസ്സൊക്കെ ചെയ്തു തരുന്നത് ജിബി തന്നെയാണ് കേട്ടോ. ചട്ടികളിലേക്ക് പുതിയ മണ്ണ് നിറയ്ക്കുക, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള വളം എല്ലാം റെഡിയാക്കി വെക്കുന്നത് ജിബി തന്നെയാണ് കേട്ടോ. പിന്നെ അതിനെ വളർത്തിയെടുക്കുന്ന പണിയാണ് എനിക്ക്. അങ്ങനെ നമ്മുടെ പോത്തോസുകളെല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഈ ചെടികളൊക്കെ വാങ്ങണേക്കാളും മുമ്പ് തന്നെ ഞാൻ കുറച്ച് മുളകും തക്കാളിയും ഒക്കെ മുളപ്പിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് മുളക് മുളച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വേറെ ചട്ടിയിലേക്ക് മാറ്റണം. ഇത് കണ്ടില്ലേ, ഇത് തക്കാളിയാണ്. അങ്ങനെ നമ്മുടെ ചട്ടിയിലേക്ക് പുതിയ മണ്ണും വളവും എല്ലാം ഇട്ട് ഈ തൈനെ നമ്മൾ ഇതിലേക്ക് മാറ്റാണേ. അങ്ങനെ മുളകും തക്കാളിയും എല്ലാം നമ്മൾ മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചക്കറിയുടെ പരിപാടി ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഒരു 3 സെറ്റ് ബൊഗെയിൻവില്ലയാണ്. ഒരു അടിപൊളി ഒരു വൈറ്റ്, പിന്നെ പിങ്ക്, പിന്നെ ഒരു പർപ്പിളും. ഈ 3 കളേഴ്സ് ആട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. നമ്മുടെ വീട്ടിൽ ബൊഗെയിൻവില്ല ഫസ്റ്റ് ടൈമാണ് കേട്ടോ വളർത്തുന്നത്. ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇതും വാങ്ങിച്ചത്. ലോ മെയിൻ്റെനൻസ് ആണല്ലോ.
ഈ പിങ്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് കണ്ടിട്ട് നാടനാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ നോക്കിയപ്പോൾ നിറച്ച് മുള്ളുണ്ട്, പക്ഷെ ബാക്കി രണ്ടെണ്ണത്തിന് മുള്ളുകൾ കണ്ടില്ല. ഇത് നാടനും മറ്റേത് രണ്ടെണ്ണം ഹൈബ്രിഡാന്ന് തോന്നണേ. എന്തായാലും നാടനാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബൊഗൻവില്ലയുടെ പണി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ച 2 പ്ലാന്റ് ആണ് കേട്ടോ, ചെണ്ടുമല്ലി. എനിക്ക് പണ്ട് മുതലേ ഈ ചെണ്ടുമല്ലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് വിപ്രോ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ വിപ്രോയുടെ മെയിൻ ഗേറ്റ് മുതൽ നമ്മുടെ ടവർ വരെ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ അതിന്റെ സൈഡിൽ കംപ്ലീറ്റ് ഈ ചെണ്ടുമല്ലി വെച്ച് പൂക്കുന്ന സമയത്തല്ലേ എന്റെ പൊന്നോ, ഇതെല്ലാം ഒരുമിച്ചാണ് കേട്ടോ പൂക്കുന്നത്. അപ്പൊ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ ഞാനിവിടെ ഓറഞ്ചും യെല്ലോവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചട്ടിയിൽ 3 തൈയാണ് കേട്ടോ ഉള്ളത്. എല്ലാത്തിലും പൂവ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു. അങ്ങനെ തൽക്കാലത്തേക്ക് നമ്മൾ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഏത് ചട്ടി എവിടെ വെക്കേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്ത് എല്ലാം അടക്കി ഒതുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെജിറ്റബിളിന്റെ ചട്ടികളൊക്കെ ലെഫ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ മാറ്റി വെച്ചേക്കുന്നത്. ബാൽക്കണിയുടെ ഫ്ലോറിൽ എന്തൊക്കെ കറയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മുമ്പ് നിന്നവർ എന്തൊക്കെ ഡംപ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ തേച്ചൊരച്ച് കഴിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ ആൻഡ് ടേക്ക് കെയർ.